ഹലോ മക്കളെ, നമ്മളിന്ന് സ്റ്റഡി ടൈമിൽ എടുക്കുന്നത് 4ാം ക്ലാസ്സിൻ്റെ മാത്സിൽ സെക്കൻഡ് ചാപ്റ്റർ ആണ് കേട്ടോ. ചാപ്റ്ററിൻ്റെ പേരെന്താണ്? ബിയോണ്ട് 1000 അല്ലേ, 1000-നപ്പുറം. അപ്പോൾ ഇവിടെ ചിത്രത്തിലൊരു കാർ റേസ് ആണ് അല്ലേ തന്നിട്ടുള്ളത്. അപ്പോൾ ആരാണ് മുന്നിലെത്തിയിട്ടുള്ളത്? ദ റേസ് ഈസ് ഓൺ അല്ലേ, റേസ് ആരംഭിച്ചിരിക്കുന്നു. ടോട്ടോ കാർ ഈസ് ദ ഫസ്റ്റ്, സി ഇറ്റ്സ് നമ്പർ. ടോട്ടോ കാറിൻ്റെ നമ്പർ ഏതാ? ഫസ്റ്റുള്ള കാറാണ് ടോട്ടോ കാർ. അപ്പോൾ അതിൻ്റെ നമ്പർ ഏതാ? 1000 ആണ് അല്ലേ. ഇനി നെക്സ്റ്റ് പേജ് നോക്കിക്കേ. ഫൈൻഡ് ദ റിലേഷൻ. റിലേഷൻ കണ്ടുപിടിക്കുക കേട്ടോ. ഫൈൻഡ് ദ റിലേഷൻ ബിറ്റ്വീൻ ദ നമ്പേഴ്സ് ആൻഡ് റൈറ്റ് ദ നമ്പേഴ്സ് ഇൻ ദ എംപ്റ്റി സെൽസ്. അപ്പോൾ റിലേഷൻ കണ്ടുപിടിച്ചിട്ട് ഒഴിഞ്ഞ കളങ്ങൾ പൂർത്തിയാക്കാനാണ്. അപ്പോൾ ഫസ്റ്റ് ആ പിങ്ക് കളറിലുള്ള ബോക്സ് നോക്കിക്കേ. 9, 10, പിന്നെയോ 100, പിന്നെ 101, പിന്നെയോ അടുത്തത് തന്നിട്ടുള്ളത് നോക്കിക്കേ. 110 തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ അതിൻ്റെ തൊട്ട് ബാക്കിലായിരിക്കും മുകളിലുള്ള സംഖ്യ. എന്താ വെച്ചാൽ 9 കഴിഞ്ഞിട്ട് അതിനോട് 1 കൂട്ടുന്നതാണ് 10. 100-നോട് എത്രയാ? 100-നോട് 1 കൂട്ടുന്നതാണ് 101. അപ്പോൾ ഏതിനോട് 1 കൂട്ടിയാലാണ് 110 കിട്ടുക? 109-നോട്. പിന്നെ 199-നോട് 1 കൂട്ടിയാൽ 200. പിന്നെ 280 ആണല്ലേ. അപ്പോൾ 1 കുറയ്ക്കണം, 1 കുറയ്ക്കണം. അപ്പോൾ 279. പിന്നെ 500 ആണ്. അപ്പോൾ 501. പിന്നെ 667 ആണ്. അപ്പോൾ 1 മൈനസ് ചെയ്യണം. അപ്പോൾ 666. പിന്നെ 909 ആണ്. അപ്പോൾ എത്രയാ? 910 കിട്ടും. പിന്നെ 990 ഉണ്ട്. അപ്പോൾ അതിൽ നിന്ന് 1 മൈനസ് ചെയ്യണം, 1 മൈനസ് ചെയ്യണം. അപ്പം 989 ആണ്. പിന്നെയോ 999 കഴിഞ്ഞിട്ട് ഏതാണ്? 1000 ആണ് അല്ലേ. അടുത്ത വർക്ക് കളർ ടോട്ടോ കാർ. ഫൈൻഡ് ദ നമ്പേഴ്സ് യു ഹാവ് റിട്ടൺ ഇൻ ദ പിക്ചർ ബിലോ. കളർ ദോസ് പാർട്സ്. അപ്പം നിങ്ങൾ ഇവിടെ കണ്ടുപിടിച്ച നമ്പേഴ്സ് ഉണ്ടല്ലോ, അതിൽ നിങ്ങൾ എന്ത് ചെയ്യുക? കളർ കൊടുക്കുക. അപ്പം നിങ്ങൾക്ക് എന്ത് കിട്ടും? ടോട്ടോ കാറിൻ്റെ പിക്ചർ കിട്ടും. അപ്പം നിങ്ങളത് കളർ കൊടുത്ത് ഭംഗിയാക്കണേ. ഇനി താഴെ നമ്പർ പ്ലേറ്റ്. ദീസ് ആർ ദ ഫ്രണ്ട്സ് ഓഫ് ടോട്ടോ കാർ. അപ്പോൾ താഴെ തന്നിട്ടുള്ളത് ടോട്ടോ കാറിൻ്റെ ഫ്രണ്ട്സ് ആണ്. ഫൈൻഡ് ദെയർ നമ്പേഴ്സ് ഫ്രം ദ ക്ലൂസ് ആൻഡ് റൈറ്റ് ഓൺ ദെയർ നമ്പർ പ്ലേറ്റ്സ്. അപ്പോൾ ഇവിടെ കുറച്ച് ക്ലൂസ് തന്നിട്ടുണ്ട്. അത് നോക്കിയിട്ട് ഓരോ വണ്ടിയുടെയും നമ്പർ കണ്ടുപിടിച്ചിട്ട് ആ നമ്പർ പ്ലേറ്റിൽ എഴുതണം. ഒന്നാമത്തത് റെഡ് കാറ്. 800s, 4 10s, 2 1s. അപ്പോൾ എത്രയാ? 800s എന്ന് പറയുമ്പോൾ 800, 410 എന്ന് പറയുമ്പോൾ അതിൽ കൂട്ടി 840, പിന്നെ 2 1s 842. അപ്പോൾ അതെഴുതാം. ഇനി ബ്ലൂ കാറ് 1 less than 910. 910-നേക്കാളും 1 കുറവാണ്. അപ്പോൾ ഏതാണ് നമ്പർ? 909. ഇനി തേർഡ് കാറിൻ്റെ നമ്പർ ദ ലാർജസ്റ്റ് 3 ഡിജിറ്റ് നമ്പർ. ഏറ്റവും വലിയ 3 അക്ക നമ്പർ ഏതാണ്? ഏറ്റവും വലിയ ഒരക്ക നമ്പർ എന്ന് പറയുന്നത് 9, 9 ആണ്. ഏറ്റവും വലിയ 2 അക്ക നമ്പർ 2 ഡിജിറ്റ് എന്ന് പറയുന്നത് 99 ആണ്. ഏറ്റവും വലിയ 3 ഡിജിറ്റ് ഏതാണ്? അപ്പോൾ 999. പിന്നെ കഴിഞ്ഞ 1000 അല്ലേ വരുന്നത്, അപ്പോൾ 4 ഡിജിറ്റ് ആവൂലേ. അപ്പോൾ 999 ആണ് 3 ഡിജിറ്റ്, ലാർജസ്റ്റ് 3 ഡിജിറ്റ് നമ്പർ. ഇനി ഗ്രീൻ കാറിൻ്റെ നോക്കാം. 1 more than the largest 2 ഡിജിറ്റ് നമ്പർ. അപ്പോൾ ഏറ്റവും വലിയ 2 ഡിജിറ്റ് നമ്പറിനേക്കാളും 1 കൂടുതലാണ്. അപ്പോൾ ഏറ്റവും വലിയ 2 ഡിജിറ്റ് നമ്പർ ഏതാണ്? ഇപ്പോൾ പറഞ്ഞു 99 ആണ്. അതിനോട് 1 കൂടുതലാണെന്ന് പറയുമ്പോൾ 19 കഴിഞ്ഞാൽ എത്രയാ? 100. ഇനി നെക്സ്റ്റ് പേജ് നോക്കിക്കേ. വാവ് 1000. ഇപ്പോൾ ടോട്ടോ കാർ എന്താ പറയുന്നത്? റീഡ് മൈ നമ്പർ. എൻ്റെ നമ്പർ വായിക്കാൻ പറയാണ്. എത്രയാണ് ടോട്ടോ കാറിൻ്റെ നമ്പർ? 1000 ആണ്. മൈ നമ്പർ ഈസ് ദ സ്മോളസ്റ്റ് 4 ഡിജിറ്റ് നമ്പർ. പിന്നെന്താ പറയുന്നത്? ടോട്ടോ കാറിൻ്റെ നമ്പർ 1000 എന്ന് പറയുന്നത് ഏറ്റവും ചെറിയ 4 ഡിജിറ്റ് നമ്പറാണ്. ഏറ്റവും ചെറിയ 4 അക്ക സംഖ്യയാണ്. മനസ്സിലായോ? 999 3 ഡിജിറ്റ് ആണ് അല്ലേ. അത് കഴിഞ്ഞിട്ട് 4 അക്കം തുടങ്ങുന്ന ഫസ്റ്റ് നമ്പർ ഏതാണ്? 1000 ആണ്. അപ്പം ഏറ്റവും ചെറിയ 4 ഡിജിറ്റ് നമ്പറാണ് 1000. ഇനി ജോയിൻ ദം, ചേർത്തി വരയ്ക്കാനാണ് കേട്ടോ. ഫൈൻഡ് ദ പെയേഴ്സ് ഓഫ് വെഹിക്കിൾ ഹൂസ് നമ്പേഴ്സ് ആഡ് അപ്പ് ടു ടോട്ടോ കാർസ് നമ്പർ. ഡ്രോ ലൈൻസ് ടു ജോയിൻ ദം. അപ്പോൾ ഇവിടെ സൈഡിൽ തന്നിട്ടുണ്ട് ഡു ഈറ്റ് മെൻ്റലി ആൻഡ് റൈറ്റ് ദ ആൻസേഴ്സ്.
അപ്പോൾ എന്താ പറഞ്ഞിട്ടുള്ളത്, ഏതെങ്കിലും രണ്ട് വണ്ടികൾ തമ്മിൽ വണ്ടികളുടെ നമ്പറുകൾ തമ്മിൽ കൂട്ടുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? ടോട്ടോ കാറിൻ്റെ നമ്പർ കിട്ടും. അപ്പോൾ നിങ്ങൾ മൈൻഡ് വെച്ചിട്ട് തന്നെ ചെയ്യുക കേട്ടോ. ചെയ്ത് നോക്കാതെ മൈൻഡ് കൊണ്ട് ചെയ്യാൻ കഴിയുമോ നോക്കാം. അപ്പം നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് 1000 കിട്ടുന്നത് തമ്മിൽ യോജിപ്പിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് നമ്പർ എത്രയാ? ഫസ്റ്റ് കാറിൻ്റെ നമ്പർ 505 ആണ് അല്ലേ. അപ്പോൾ 505നോട് ഏത് വണ്ടീൻ്റെ നമ്പർ കൂട്ടിയാലാണ് 1000 കിട്ടുക? ഏതാണ് മക്കളെ? 500 എന്ന് പറഞ്ഞാൽ പിന്നെ ഒരു 5ഉം കൂടാണ് അതിലേക്ക് കൂടുതലുള്ളത്. അപ്പോൾ 500ഉം 500ഉം ആണ് 1000. അപ്പോൾ നിങ്ങൾക്കറിയാം 500 വേറൊരു 500ൻ്റെ ഒരു 5 ഇവിടേക്ക് പോന്നിട്ടുണ്ട്. അപ്പോൾ 500ന്ന് ഒരു 5 പോയാൽ ബാക്കി എത്രയാ? 495. അപ്പോൾ ഏതോ നമ്പറിന് അതുണ്ടോ? ഉണ്ട് അല്ലേ, സ്കൂട്ടറിനുണ്ട്. അപ്പോൾ അതിന് ചേർത്തി വരയ്ക്കാം. അടുത്തത് കാറിൻ്റെ നമ്പർ നോക്കിക്കേ, 999 ആണ്. അപ്പോൾ അതിനോട് ഏത് നമ്പർ കൂട്ടിയാലാ 1000 കിട്ടുക? 1 കൂട്ടിയാലാണ് അല്ലേ. അപ്പോൾ 1 നമ്പറുള്ള കാറിന് നേരെ വരയ്ക്കാം. ഇനി തേർഡ് സ്കൂട്ടറിന് 750 ആണ്. അപ്പോൾ 750യോട് എത്ര കൂട്ടിയാലാണ് മക്കളെ 1000 ആവുക? 250. അതായത് 4 250 ആണ് എത്ര? 1000. അപ്പോൾ 3 250 കൂടുമ്പോൾ 750 ആയി. പിന്നെ ഒരു 250 കൂടെ വേണ്ടേ? അപ്പോൾ മുകളിൽ ആ ഒരു ജീപ്പിന് നേരെ വരയ്ക്കാം. അടുത്തത് വാൻ്റെ നമ്പർ എത്രയാണ്? 990 ആണ് അല്ലേ. അപ്പോൾ 990യോട് എത്ര കൂട്ടിയാലാണ് 1000 ആവുക? 10. ഓക്കെ. അപ്പോൾ സൈക്കിളിലേക്ക് നീട്ടി വരയ്ക്കാം. ഇനി ലാസ്റ്റ് 900 ആണ്. അപ്പോൾ 900നോട് എത്ര ചേർക്കണം? ഒരു 100ഉം കൂടെ ചേർക്കുമ്പോഴാണ് 1000 ആവുക അല്ലേ. ഇനി നെക്സ്റ്റ് പേജ് നോക്കിക്കേ, ജസ്റ്റ് വൺ മോർ. വാട്ട് ഈസ് ദ നമ്പർ ഷോൺ ഇൻ ദ അബാക്കസ്? ഈ അബാക്കസിൽ ഏത് നമ്പറാണ് കാണിക്കുന്നത്? എത്ര ഹൺഡ്രഡ്സ് ഉണ്ട്? തൗസൻഡ്സ് ഇല്ല, എത്ര ഹൺഡ്രഡ്സ് ഉണ്ട്? 1 2 3 4 5 6 7 8 9. 9 ഹൺഡ്രഡ്സ്. എത്ര ടെൻസ് ഉണ്ട്? 1 2 3 4 5 6 7 8 9 അല്ലേ. അതും 9 ആണ്. എത്ര വൺസ് ഉണ്ട്? വൺസും 9 ആണ്. അപ്പോൾ ഏതാണ് നമ്പർ? 999. ഇഫ് വി ആഡ് 1 മോർ, അപ്പോൾ അതിനോട് 1 ആഡ് ചെയ്താൽ എത്രയാണ്? 1000. ഡ്രോ ദിസ് നമ്പർ ഇൻ ദ അബാക്കസ്. അപ്പോൾ നിങ്ങൾ ഈ അബാക്കസിൽ വരയ്ക്കണം. എങ്ങനെയാണ് 1000 വരയ്ക്കുക? 1000ൽ മാത്രം ഒരു മുത്ത് വരയ്ക്കുക അല്ലേ. അപ്പോൾ അത് ഹൺഡ്രഡ്സിലും ടെൻസിലും വൺസിലും വേണ്ട. അപ്പോൾ സൈഡിൽ പസിൽ കോർണർ നോക്കിക്കേ. ഹൂ ആം ഐ? ഞാൻ ആരാണ്? 1 ബീഡ് ഇൻ ദ അബാക്കസ്. അബാക്കസിൽ 1 ബീഡ് മാത്രമേ ഉള്ളൂ, 1 മുത്ത് മാത്രമേ ഉള്ളൂ. ലാർജർ ദാൻ ദ ലാർജസ്റ്റ് 3 ഡിജിറ്റ് നമ്പർ. 3 ഡിജിറ്റ് ഏറ്റവും വലിയ 3 ഡിജിറ്റ് നമ്പറിനേക്കാളും വലുതാണ്. ഹൂ ആം ഐ? വിച്ച് ഈസ് മൈ പൊസിഷൻ ഇൻ ദ അബാക്കസ്? 1000ലാണ് അല്ലേ. ഇനി നെക്സ്റ്റ് പെട്രോൾ പമ്പ്. കാസ് ഇൻ ദ റേസ് ഫിൽഡ് പെട്രോൾ ഫോർ 1000 റുപ്പീസ്. അപ്പോൾ കാറുകൾ റേസിന് വേണ്ടിയിട്ട് 1000 റുപ്പീസിനാണ് പെട്രോൾ ഫില്ല് ചെയ്യുന്നത്. ടോട്ടോ കാർ ഗേവ് 100 റുപ്പി നോട്ട്സ്. ഹൗ മെനി നോട്ട്സ്? ടോട്ടോ കാർ നൽകുന്നത് 100 രൂപയുടെ നോട്ടുകളാണ്. അപ്പോൾ എത്ര നോട്ട് കൊടുക്കണം? എല്ലാവരും 1000നാണ് പെട്രോൾ അടിക്കുന്നത്. അപ്പോൾ എത്ര 100 കൂടിയാലാണ് എത്ര 100 കൂടിയാലാണ് 1000 ആവുക? 10 ഹൺഡ്രഡ്സ് ആണ് 1000. അപ്പോൾ 10 നമ്പേഴ്സ് നോട്ട് കൊടുക്കണം അല്ലേ. ടോമോക്കാർ ഗേവ് എ ഷെയ്ഫ് ഓഫ് 10 റുപ്പി നോട്ട്സ്. ഹൗ മെനി നോട്ട്സ്? ടോമോക്കാർ നൽകിയത് 10 രൂപയുടെ 10 റുപ്പീസിൻ്റെ ഒരു കെട്ടാണ്. അപ്പോൾ എത്ര നോട്ടുകളാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ മക്കൾക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി 1000ൽ നിന്ന് 10ന് എത്ര 0 ഉണ്ട്? ഒരു 0 അല്ലേ ഉള്ളത്. അപ്പോൾ 1000ൽ നിന്ന് ഒരു 0 പോക്കിയാൽ ബാക്കി എത്രയാ? 100. അപ്പോൾ 100 10 റുപ്പീസ് നോട്ടാണ് എന്ത്? 1000. ഇനി ബഗ്ഗി കാർ ഗേവ് 1 റുപ്പി കോയിൻ. ഹൗ മെനി കോയിൻസ്? ബഗ്ഗി കാർ കൊടുത്തത് 1 റുപ്പി കോയിൻസ് ആണ്. അപ്പോൾ എത്ര കോയിൻ കൊടുത്തിട്ടുണ്ടാവും? എത്ര 1 റുപ്പിയാണ് 1000? 1000 1 റുപ്പി തന്നെ. അത് എത്ര 1 റുപ്പിയാണ്? 100 ചോദിച്ചാൽ 100 1 റുപ്പി അല്ലേ. നിങ്ങളുടെ കയ്യിൽ 10 രൂപയ്ക്ക് 1 റുപ്പി കോയിൻ ഉണ്ട്. അപ്പോൾ എത്ര 1 റുപ്പി കോയിൻ ആയാലാണ് 10 ആവുക? 10 1 റുപ്പി. അതുപോലെ തന്നെ എത്ര 1 റുപ്പി കോയിൻ ആയാലാണ് 1000 ആവുക? 1000 1 റുപ്പി കോയിൻ ആണ് അല്ലേ. നെക്സ്റ്റ് എന്താണ്? കാർ റേസ്. ദ കാർ റേസ് ഈസ് ഗോയിങ് ഓൺ ഇൻ ദ കാർ റേസ് സർക്യൂട്ട്.
1000 പോയിൻറ്റ്സ് ആർ ഗോഡ് ഫോർ ഫിനിഷിങ് ഈച്ച് റൗണ്ട്. അപ്പോൾ കാർ റേസ് നടക്കുന്ന സമയത്ത് ഓരോ റൗണ്ട് ഫിനിഷ് ചെയ്യുന്നതിനും 1000 പോയിൻ്റ് ആണ് കിട്ടുക. ദ നമ്പർ ഓഫ് റൗണ്ട്സ് കംപ്ലീറ്റഡ് ബൈ ഈച്ച് കാർ ഈസ് ഗിവൺ ബിലോ. അപ്പോൾ താഴെ ഓരോ കാറും എത്ര റൗണ്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ കാൽക്കുലേറ്റ് ദെയർ പോയിൻറ്റ്സ്. അപ്പോൾ അവർക്ക് എത്ര പോയിൻറ്റ്സ് കിട്ടിയിട്ടുണ്ടാവുമെന്ന് മൂന്നാമത്തെ ബോക്സിൽ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് എഴുതണം. ഇവിടെ ഒന്ന് നമുക്ക് തന്നിട്ടുണ്ട്. ഫ്ലോറ എന്ന് പറയുന്ന കാറ് 4 റൗണ്ടാണ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എത്രയാ ഒരു 1 റൗണ്ട് കംപ്ലീറ്റ് ചെയ്യുന്നതിന് 1000 ആയതുകൊണ്ട് 4 റൗണ്ട് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ 4000. സിമ്പിൾ അല്ലേ? ഇനി മിക്കി 1 റൗണ്ടാണ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ 1000 ആണ് 1000. സ്കൈ ബി 5000. ബഗ്ഗി 3 റൗണ്ടാണ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ 3000. ആൽഫ 6 റൗണ്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 6000. ടോമോ 7 റൗണ്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 7000. ഫ്രെഡി 8 റൗണ്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 8000. സ്പീഡി 9 റൗണ്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 9000. ടോട്ടോ 10 റൗണ്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 10,000. ബോണി 2 റൗണ്ടാണ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ 2000. അപ്പോൾ ഇതുപോലെ എഴുതുക കേട്ടോ. ഇനി താഴെ നോക്കിക്കേ. അക്കോർഡിംഗ് ടു ദ പോയിൻറ്റ്സ് ഗോഡ് ബൈ ദ കാർസ് റൈറ്റ് ദെയർ നെയിംസ് ഇൻ ഓർഡർ, റൈറ്റ് ദം ഇൻ ഡിഫറെൻറ്റ് വേസ്. അപ്പോൾ കാറുകൾക്ക് ലഭിച്ച പോയിൻ്റ് അനുസരിച്ച് അവരുടെ പേരുകൾ ക്രമത്തിൽ എഴുതാനാണ്. അത് ഡിഫറെൻറ്റ് വേസിൽ പല രീതികളിൽ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഞാനിവിടെ ഏറ്റവും കൂടുതൽ പോയിൻ്റ് കിട്ടിയതിൽ നിന്ന് താഴോട്ടും അതുപോലെ തന്നെ ഏറ്റവും കുറവ് പോയിൻ്റ് കിട്ടിയതിൽ നിന്ന് മേലോട്ട് കൂടി ആ രീതിയിൽ എഴുതിയിട്ടുണ്ട് കേട്ടോ. ഇനി നെക്സ്റ്റ് പേജ് നോക്കിക്കേ. ലെറ്റ്സ് ക്ലൈംബ് അപ്പ്, റൈറ്റ് ദ നമ്പർ ഓൺ ഈച്ച് സ്റ്റെപ്പ്. അപ്പോൾ ഓരോ സ്റ്റെപ്പിലുള്ള നമ്പർ നിങ്ങൾ എഴുതണം. ഇവിടെ നോക്കിക്കേ. ഫസ്റ്റ് സ്റ്റെപ്പിൽ നോക്കിക്കേ 1000 ആണ്. അപ്പോൾ 1000 തന്നെ. അപ്പോൾ സെക്കൻഡ് സ്റ്റെപ്പിലോ 1000 2 പ്രാവശ്യം 1000 ഇടല്ലേ, 2000 ആണ്. അപ്പോൾ മുകളിൽ 2000. പിന്നെ 3000. അപ്പോൾ മുകളിൽ 3000. പിന്നെ 4000 അല്ലേ, 4000s ഉണ്ട്. അപ്പോൾ എന്താണ് 4000. പിന്നെ 5000s ഉണ്ട്. അപ്പോൾ 5000. പിന്നെ 6000 7000 കൂടുമ്പോൾ 7000. പിന്നെ 8000 ആകുമ്പോൾ 8000. 9000 ആകുമ്പോൾ 9000. പിന്നെ 10,000 വരുമ്പോൾ 10,000. അപ്പോൾ 1000 2000 3000 4000 5000 6000 7000 8000 9000 10,000 അല്ലേ? അത്രയും നമ്പേഴ്സ് പഠിക്കുക കേട്ടോ. അപ്പോൾ താഴെ കണ്ടില്ലേ, മിക്കിക്കാണ് 1000, ബോണിക്ക് 2000, ബഗ്ഗിക്ക് 3000, ഫ്ലോറ 4000, സ്കൈ ബി 5000, ആൽഫ 6000, ടോമോ 7000, ഫ്രെഡി 8000, സ്പീഡി 9000, ടോട്ടോ 10,000. അപ്പോൾ ടോട്ടോ ആണല്ലേ കൂടുതൽ പോയിന്റ് നേടിയിട്ടുള്ളത്. ഡ്രോ ദ പോയിന്റ് സ്കൈ ബി കാർ ഗോട്ട് ഇൻ ദ അബാക്കസ്. അപ്പോൾ സ്കൈ ബി കാറിൻ്റെ പോയിൻറ്റ്സ് എന്ത് ചെയ്യുക, നിങ്ങൾ അബാക്കസിൽ വരയ്ക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എത്ര പോയിൻ്റാണ് സ്കൈ ബിക്ക് കിട്ടിയിട്ടുള്ളത്? 5000 ആണല്ലേ. അപ്പോൾ 1000സിൻ്റെ സ്ഥാനത്ത് 5 ബീഡ്സ് വരച്ചു കൊടുക്കുക, ബാക്കി ഒന്നും വരയ്ക്കേണ്ട കേട്ടോ. അടുത്തതോ ഡ്രോ ദ പോയിന്റ് സ്പീഡി കാർ ഗോട്ട് ഇൻ ദ അബാക്കസ്. അപ്പോൾ സ്പീഡി കാറിന് എത്ര പോയിൻറ്റ്സാണ് കിട്ടിയിട്ടുള്ളത്? 9 of 1000s മേക്ക് 9000. 9000 ആണല്ലേ. അപ്പോൾ ഫസ്റ്റ് നിങ്ങൾ 1000ൻ്റെ സ്ഥലത്ത് 9 ബീഡ്സ് വരച്ചു കൊടുക്കുക കേട്ടോ. 10 of 1000s മേക്ക് 10,000. അപ്പോൾ 10,000 കൂടി ചേർന്നാലാണ് 10,000 ആകുന്നത് അല്ലേ. വാട്ട് അബൌട്ട് 20 of 1000? അങ്ങനെയാണെങ്കിൽ 20,000 ആണെങ്കിൽ എത്രയായിരിക്കും? 10,000s മേക്കാണ് 10,000. അപ്പോൾ 20,000 ആണ് 20,000 അല്ലേ. തൊട്ട് താഴെ നോക്കിക്കേ. റൈറ്റ് ദ സംസ് അല്ലേ, കൂട്ടിയിട്ട് എത്രയാണ് തുക എന്ന് എഴുതണം. അപ്പോൾ ഫസ്റ്റ് ബോക്സിൽ 10 കിട്ടുന്ന നമ്പേഴ്സാണ് എഴുതേണ്ടത്. 5 + 5 10 അല്ലേ. 6 + 4 10 ആണ്. 7 + 3 10 ആണ്. പിന്നെ ഏതെഴുതാം? 8 + 2 എഴുതാം. 1 + 9 എഴുതാം അല്ലേ. അടുത്ത ബോക്സിൽ ഏതാണ്? 100 കിട്ടുന്നതാണ് അല്ലേ. അപ്പോൾ സമ്മ് 100 ആവണം. 50 + 50 തന്നിട്ടുണ്ട്. 80 + 20 തന്നിട്ടുണ്ട്. വേറെ ഏതെഴുതാം? 60 + 40 70 + 30 പിന്നെയോ 10 + 90. അടുത്തത് 1000 കിട്ടുന്നത് ഏതൊക്കെയാ? 500 + 500 600 + 400 700 + 300 800 + 200 900 +
100 അല്ലേ. അപ്പോൾ ഇതിലൊക്കെ ഒരു 0 ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. 10,000 സമ്മ് കിട്ടണമെങ്കിലോ 5,000 പ്ലസ് 5,000, പിന്നെയോ 6,000 പ്ലസ് 4,000, 7,000 പ്ലസ് 3,000, 8,000 പ്ലസ് 2,000, പിന്നെ 9,000 പ്ലസ് 1,000. അടുത്തത് സ്പീഡോമീറ്റർ. ബിഫോർ ദ റേസ് ടോട്ടോ കാർ ഹാഡ് ഡൺ 1,000 കിലോമീറ്റേഴ്സ്. 1 ലാപ്പ് ഓഫ് ദ റേസ് ഈസ് 1 കിലോമീറ്റർ. മത്സരത്തിന് മുമ്പ് ടോട്ടോ കാർ 1000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. അപ്പോൾ ആദ്യമേ 1000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. സ്പീഡോമീറ്ററിൽ 1000 ആണ് ഉള്ളത്. റേസിൽ 1 ലാപ്പ് എന്ന് പറഞ്ഞാൽ 1 കിലോമീറ്റർ ആണ്. അപ്പോൾ അത് മനസ്സിൽ വെക്കുക. ആദ്യമേ 1000 ഓടിയിട്ടുണ്ട് ആര്? ടോട്ടോ കാർ. അപ്പോൾ ബാക്കി 1 ലാപ്പ് ആണെങ്കിൽ 1 കിലോമീറ്റർ, 2 ലാപ്പ് ആണെങ്കിൽ 2 കിലോമീറ്റർ, അങ്ങനെയാണ് കേട്ടോ സ്പീഡോമീറ്ററിൽ. അപ്പോൾ നമ്മൾ കംപ്ലീറ്റ് ദ ടേബിൾ അത് മനസ്സിൽ വെച്ചിട്ട് ചെയ്യാം. അപ്പോൾ ലാപ്പ് 1 എത്രയാ? സ്പീഡോമീറ്ററിൽ എത്രയാണ് കാണിക്കുക? 1 കിലോമീറ്റർ ആണെങ്കിൽ സ്പീഡോമീറ്ററിൽ എന്ത് കാണിക്കും? 1000 പ്ലസ് 1 അല്ലേ? 1001 അങ്ങനെയാണ് കാണിക്കുക. 1000 ആദ്യമേ ഉള്ളത്. പിന്നെ 2 ആണ് ലാപ്പ്. അപ്പോൾ 1000 പ്ലസ് 2 1002, പിന്നെ 3,000 പ്ലസ് 3 1003. ലാപ്പ് 4 1000 പ്ലസ് 4 1004. ലാപ്പ് 5 1000 പ്ലസ് 5 1005. ലാപ്പ് 6 1000 പ്ലസ് 6 1006. പിന്നെ ലാപ്പ് 7 1000 പ്ലസ് 7 1007. അങ്ങനെയെങ്കിൽ വാട്ട് വുഡ് ബി ദ സ്പീഡോമീറ്റർ റീഡിംഗ് ആഫ്റ്റർ 11 ലാപ്സ്? 11 ലാപ്സ് ആവുമ്പോൾ എത്ര റീഡിംഗ് ആയിരിക്കും സ്പീഡോമീറ്ററിൽ ഉണ്ടാവുക? 1000 പ്ലസ് 11 1011 ആണല്ലേ. ഇനി ആഫ്റ്റർ 15 ലാപ്സോ? സിമ്പിൾ അല്ലേ, 1000നോട് 15 ആഡ് ചെയ്യുക. അപ്പോൾ 1015 അല്ലേ. ഇനി ആഫ്റ്റർ 25 ലാപ്സ് എത്രയാ? 1000 പ്ലസ് 25 1025. ഇനി നെക്സ്റ്റ് പേജ് നോക്കിക്കേ. റൈറ്റ്, ഡ്രോ ആൻഡ് റീഡ് അല്ലേ. അപ്പം നിങ്ങൾ വായിച്ച് വരച്ചെഴുതണം കേട്ടോ. ഇവിടെ അബാക്കസിൽ TH എന്ന് പറയുന്നത് 1000 ആണ്, H എന്ന് പറയുന്നത് 100, T പറയുന്നത് 10 ആണ്, O എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ അതെങ്ങനെയാണ് കംപ്ലീറ്റ് ചെയ്യുക? അപ്പോൾ നമുക്കിത് പൂരിപ്പിക്കാം. 1000 ഇത് 1000ൻ്റെ ഒരു കെട്ടാണ്. ഇത് 1 1001. അപ്പോൾ ഇവിടെ എങ്ങനെ 1001 എന്നെഴുതിയിട്ടുണ്ട്. അതിന് നേരെയോ 1001 എത്രയാ? 1001. 1000ഉം 1ഉം കൂട്ടുമ്പോൾ 1001. ഇനി ഇവിടെ 1001 1001 എങ്ങനെ വേർഡ്സിലും നമ്പേഴ്സിലും എഴുതിയിട്ടുണ്ട്. അബാക്കസിൽ വരുമ്പോഴോ 1000ൻ്റെ സ്ഥാനത്ത് ഇവിടെ ബീഡ്സിൻ്റെ സ്ഥാനത്ത് ഒരു ഹൈഫൻ പോലെ ഇട്ടിട്ടുണ്ട്. പിന്നെ ഇവിടെയും ഇവിടെ ഒന്ന് ഇവിടെ ഒന്ന്. ഇനി അടുത്തത് 1000ൻ്റെ ഒരു കെട്ടുണ്ട്. ഇവിടെ 2. അപ്പോൾ 1002. ഇനി ഇവിടെ എങ്ങനെ എഴുതുക? 1000 ഇവിടെ 2 1002. ഓക്കെ. ഇനി 1002 വേർഡ്സിലും നമ്പേഴ്സിലും എഴുതിയിട്ടുണ്ട്. 1002 ഇവിടെ എങ്ങനെ എഴുതും? ഇവിടെ ഒരു മുത്തോ ബീഡ്സോ എന്തെങ്കിലും ഒന്നിടുക. ഇവിടെ 2 എണ്ണം, 2ൻ്റെ സ്ഥാനത്ത് 2 എണ്ണം. പറഞ്ഞു തരുമ്പം തന്നെ ചെയ്യണേ, ഞാൻ കട്ടിയിൽ എഴുതുന്നില്ല കേട്ടോ. ഇനി ഇവിടെ 1004 ആണുള്ളത്. അപ്പോൾ നമുക്കിവിടെ എങ്ങനെ എഴുതണം? 1000 and 4 എന്നെഴുതാം. ഇവിടെയോ 1004 1004. ഇനി ഇവിടെ എങ്ങനെ എഴുതുക? 1000 എന്ന് വേർഡ്സിൽ എഴുതുക. 1000 ആൻഡ് എത്രയാ? ഇവിടെ 2 കഴിഞ്ഞിട്ട് 4 ആട്ടോ തന്നത്, 3 അല്ലേ, അത് ശ്രദ്ധിക്കണം. അപ്പോൾ 1004 FOUR 4. എന്നിട്ട് അത് വേർഡ്സിൽ എഴുതുക 1004. എന്നിട്ട് ഇവിടെ 1000ൻ്റെ സ്ഥാനത്ത് 1. ഇവിടെ എത്ര എണ്ണം? 4 1 2 3 4. ഇവിടെ 4 എണ്ണം. ഞാൻ കട്ടിയിൽ ക്ലിയർ ആക്കി വരയ്ക്കുന്നില്ല കേട്ടോ. ഇനി 1006 ആണ്. അപ്പോൾ 1006. ഇവിടെ 1000 എന്ന് എഴുതുക. ഇവിടെ 6. ഇവിടെ ആഡ് ചെയ്തിട്ട് 1006. ഇനി ഇവിടെയോ 1000 എന്ന് എഴുതുക. വേർഡ്സ് എഴുതുക. 1006
എന്നിട്ട് 1006 എന്ന് എഴുതാം. ഇനി ഇവിടെയോ 1000 സ്ഥാനത്ത് ഒരൊറ്റ ഹൈഫൺ മതി. ഇവിടെ 6 1 2 3 4 5 6. ഇനി അവിടെ മാത്രമേ വരുള്ളൂ കേട്ടോ, നടുക്ക് 0 അതിനോണ്ട് വരില്ല. ഇനി 1005 ആണ്. അപ്പോൾ 1005 ഇവിടെ 1000, ഇവിടെ 5, ഇവിടെ 1005, ഇവിടെ 1005 എന്ന് കൊടുക്കാം. നമ്പേഴ്സിൽ 1005. അപ്പോൾ ഇവിടെ 1 കൊടുക്കാം, 1, ഇവിടെ 5, 1 2 3 4 5. ഇനി അടുത്തത് 1009 ആണ്. അപ്പോൾ ഇവിടെ എന്ത് എഴുതണം? 1009. ഇവിടെ 1009, ഇവിടെ 1009 എന്ന് വേർഡ്സിലും എഴുതണം. നിങ്ങൾ നോക്കി ഇവിടെ നോക്കി എഴുതാനേ ഉള്ളൂ. വേർഡ്സിൽ ഇങ്ങോട്ട് എഴുതുക, എന്നിട്ട് നമ്പറിലും 1009 എഴുതുക. പിന്നെയോ 1000 ഇവിടെ 1 മാത്രം 1 മാത്രം ഇടുക, ഇവിടെ 9. അടുത്തതോ 1007 ആണ്. അപ്പോൾ 1007 ഇതുപോലെ നമ്പേഴ്സിൽ എഴുതുക, എന്നിട്ട് 1007. ഇവിടെയോ വേർഡ്സിൽ ആദ്യം 1007 എഴുതുക, ഇവിടെ നോക്കിയിട്ട് എഴുതുക കേട്ടോ. എന്നിട്ടോ 1007 നമ്പേഴ്സിൽ എഴുതുക. 1000ൻ്റെ നേരെ ഇവിടെ 1 ബീഡ്സ്, ഇവിടെ 7 ബീഡ്സ്. ഇനി അടുത്തത് 1008 ആണ്. അപ്പോൾ 1008 ഇതുപോലെ എഴുതുക. അതിനുശേഷം 1008 1008 ഇവിടെ എഴുതുക. അതിനുശേഷം 1008 എന്ന് ഇതുപോലെ വേർഡ്സിൽ ഇവിടെയുള്ള പോലെ നോക്കി എഴുതുക. അതിനുശേഷം 1008 എന്ന് എഴുതുക. 1 സ്ഥാനത്ത് ഇവിടെ 1000 സ്ഥാനത്ത് ഇവിടെ ഒരു 1, ഇവിടെ 8 വരയ്ക്കാം. ഇനി 1010 ആണ്. അപ്പം നിങ്ങൾക്ക് 1010 എന്ന് എഴുതാം. എന്നിട്ടോ ഇവിടെ 1000, ഇവിടെ 10, ഇവിടെ 2 ബോക്സ് വന്നല്ലോ. 10 1010. അപ്പോൾ അതങ്ങനെ എഴുതുക. 1 0 1 0 1010 എഴുതുക. അന്നേരം ഇവിടെ മാറും. ഇവിടെ 1, ഇവിടെ 0, ഇവിടെയും 1, ഇവിടെ 0. അപ്പോൾ ഇവിടെ മാത്രം ഇങ്ങനെയാവും കേട്ടോ. ബാക്കിയൊക്കെ ഇവിടെയും മാത്രമേ ഉള്ളൂ. അപ്പോൾ മനസ്സിലായ മക്കളെ? മുഴുവൻ എഴുതി കാണിക്കുന്നില്ല കേട്ടോ. നെക്സ്റ്റ് പേജിൽ കമ്പൈനിങ് വിത്ത് 1000. ഇവിടെ 1000 + 100 തന്നിട്ടുണ്ട്. അപ്പോൾ 1100 1100 അല്ലേ? 1000 എന്ന് കിട്ടി. പിന്നെയോ 1010 തന്നിട്ടുണ്ട്. അപ്പം 1010. പിന്നെയോ 2000 ആവുമ്പോൾ എങ്ങനെയാ വരിക? 2000 + 200 എത്രയായി? 2200 ആയില്ലേ? 2200. അപ്പോൾ നമ്പേഴ്സിലും വേർഡ്സിലും എഴുതാം. ഇനി 3000 + 40. അപ്പോൾ എത്രയാ? 3040. അടുത്തത് 3000 + 5 ആണ്. അപ്പോൾ എത്രയാ കിട്ടുക? 3005. ഇനി അടുത്ത ബോക്സിലോ 1000 + 300 + 30. അപ്പോൾ 3 എണ്ണം ഉണ്ട് അല്ലേ? അപ്പോൾ എങ്ങനെയാ? 1330. അടുത്തത് 5000 + 30 + 3. അപ്പോൾ എത്രയാ? 5033. അടുത്തത് 8000 + 300 + 3. അപ്പോൾ എത്രയാ? 8303. ഇനി ലാസ്റ്റ് 4 നമ്പേഴ്സ് ഉണ്ട്. 6000 + 700 + 40 + 8. 6748. താഴെ ഒരു ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഹൗ മെനി നമ്പേഴ്സ് ആർ ദർ ഫ്രം 1000 to 1200? 1000 മുതൽ 1200 വരെ എത്ര നമ്പേഴ്സ് ഉണ്ട്? എത്രയാ? 200 നമ്പേഴ്സ് ഉണ്ട് അല്ലേ? അടുത്തത് നമ്പേഴ്സ് ആൻഡ് വേർഡ്സ്. നമ്പേഴ്സിലുള്ളത് വേർഡ്സിലും എഴുതാം, വേർഡ്സ് തന്നിട്ടുള്ളത് നമ്പേഴ്സിലും എഴുതാനാണ്. ഫസ്റ്റ് ഏതാ തന്നിട്ടുള്ളത്? 5250. അപ്പോൾ അത് വേർഡ്സിൽ എഴുതുക. പിന്നെയോ 7707. പിന്നെ 9018 9009. അപ്പോൾ മക്കൾ നമ്പേഴ്സ് എഴുതുമ്പോൾ 7707 എന്നാണെങ്കിൽ 100ൻ്റെ സ്ഥാനത്തുണ്ടോ, വൺസിൻ്റെ സ്ഥാനത്തുണ്ടോ, ടെൻസിൻ്റെ സ്ഥാനത്ത് പറഞ്ഞിട്ടുണ്ടോ നോക്കുക കേട്ടോ. അതിനനുസരിച്ച് നമ്പേഴ്സ് എഴുതുക. ഇപ്പം തന്നെ 9018 എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം 9 ഇട്ടിട്ട് പിന്നെ 18 ഇട്ടാൽ പറ്റൂലല്ലോ, 918 ആയി പോവില്ലേ? അപ്പം 9018 എന്ന് പറയുമ്പോൾ അവിടെ ഹൺഡ്രഡ്സ് പറയുന്നില്ല എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയണം കേട്ടോ.
നെക്സ്റ്റ് നമ്പർ കാർഡ്സ് ആണ്. സി ദ നമ്പർ കാർഡ്സ്. ഇവിടെ കണ്ടോ 3, 5, 8, 1 എന്നുള്ള 4 നമ്പർ കാർഡ്സ് ഉണ്ട്. റൈറ്റ് ദ 4 ഡിജിറ്റ് നമ്പേഴ്സ് ദാറ്റ് ക്യാൻ ബി മെയ്ഡ് വിത്ത് ദം. അപ്പോൾ ഈ നമ്പേഴ്സ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയ 4 ഡിജിറ്റ് നമ്പേഴ്സ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എളുപ്പത്തിനുള്ള മാർഗ്ഗം കേട്ടോ ഞാനിവിടെ പറയുന്നത്. ഫസ്റ്റ് 3 വെച്ചിട്ട് എഴുതാൻ പറ്റിയ 3 ഫസ്റ്റ് വെച്ചിട്ട് എഴുതാൻ പറ്റിയ നമ്പേഴ്സ് ആദ്യം എഴുതുക. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? പെട്ടെന്ന് എഴുതാൻ വേണ്ടിയിട്ട് 3 ഫസ്റ്റ് വരുന്നത് 3 എടുക്കുക, പിന്നെ ഒരു 5 എടുക്കുക. രണ്ടാമത്തെ സംഖ്യ 5 ആണെങ്കിൽ ബാക്കി 2 സംഖ്യ ഉണ്ടല്ലോ 8, 1. പിന്നെയും 3, 5 എടുക്കുക, 8, 1 തിരിച്ചെഴുതുക. പിന്നെ 3 കഴിഞ്ഞിട്ട് 5 പോക്കിയിട്ട് 8 ആക്കുക. 5, 1 എടുക്കുകയാണെങ്കിൽ പിന്നെ 3, 8, 1, 5. പിന്നെ 3, 1, 1 വെച്ചിട്ടോ 3, 1, 5, 8. പിന്നെ 3, 1, 8, 5 തിരിച്ചിടുക. അങ്ങനെ ഓരോ നമ്പേഴ്സും തുടക്കം ആ നമ്പേഴ്സ് വരുന്ന രീതിയിൽ എഴുതുക. ഹൗ മെനി നമ്പേഴ്സ് സ്റ്റാർട്ട് വിത്ത് 5? 5 വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന എത്ര നമ്പറാണ് കിട്ടിയത്? 6 അല്ലേ? ഹൗ മെനി നമ്പേഴ്സ് ഹാവ് 8 ഇൻ ദ 10th പ്ലേസ്? 10ൻ്റെ സ്ഥാനത്ത് 8 വരുന്ന എത്ര നമ്പേഴ്സ് ഉണ്ട്? മക്കൾ എണ്ണി നോക്കിക്കുക. 10ൻ്റെ സ്ഥാനത്ത് വരുന്നത് 6 ആണ് അല്ലേ? ഇനി റൈറ്റ് ദീസ് നമ്പേഴ്സ് ഇൻ ഓർഡർ സ്റ്റാർട്ടിങ് ഫ്രം ദ സ്മോളസ്റ്റ് ഇൻ യുവർ നോട്ട് ബുക്ക്. അപ്പോൾ ഈ നമ്പേഴ്സ് നിങ്ങൾ ചെറുതിൽ നിന്ന് വലുതിലേക്ക് ഓർഡർ ആക്കിയിട്ട് എഴുതുക കേട്ടോ. അപ്പോൾ ഇവിടെ നോക്കിക്കേ. 1358, 1385, ഇത് രണ്ടും തിരിച്ചിട്ടു. 1538, അങ്ങനെ ലാസ്റ്റ് 8531 വരെ എഴുതിയിട്ടുണ്ട് കേട്ടോ. ഇത് ഒന്നാമത്തതിൻ്റെ, രണ്ടാമത്തെ, മൂന്നാമത്തെ, നാലാമത്തെ, അങ്ങനെ ചെറുതിൽ നിന്ന് വലുതിലേക്ക് എഴുതിയതാണ്. ആവശ്യം പോലെ മക്കൾ എഴുതിയെടുക്കുക കേട്ടോ. ഇനി റീഡിങ് ദ നമ്പർ. ഈ നമ്പർ വായിക്കാനാണ് കേട്ടോ. സ്പീഡി കാർസ് നമ്പർ പ്ലേറ്റ് ഈസ് കവേർഡ് ഇൻ മഡ്. അപ്പോൾ ചെളിയായിട്ട് സ്പീഡി കാറിൻ്റെ നമ്പർ പ്ലേറ്റ് കവറായി പോയിട്ടുണ്ട്, കാണാതായിട്ടുണ്ട്. അപ്പോൾ നമ്പർ നൗ സീൻ. അപ്പോൾ കാണുന്നത് എത്രയാ? 9. വെൻ ക്ലീൻ എ ബിറ്റ്, കുറച്ച് ക്ലീൻ ആയപ്പോൾ എത്രയാ കാണുന്നത്? 99. ആഫ്റ്റർ ക്ലീനിങ് സം മോർ, കുറച്ചുകൂടെ ക്ലീൻ ആയപ്പോൾ 999. വെൻ ഓൾമോസ്റ്റ് ക്ലീൻഡ് അല്ലേ, ഒരു വിധം ക്ലീൻ ആയപ്പോൾ എത്രയാ? 9999. ഹൗ പ്രിറ്റി. ഒരു ബോക്സ് നോക്കിക്കേ. 9 + 1 10, 99 + 1 100, 999 + 1 1000, 9999 + 1 10,000. ഇനി നെക്സ്റ്റ് പേജ് നോക്കിക്കേ. മഡ് റേസ് ആണ്. പ്ലേ മഡ് റേസ് വിത്ത് യുവർ ഫ്രണ്ട്സ്. അപ്പോൾ മഡ് റേസ് നിങ്ങളുടെ കൂട്ടുകാരായിട്ട് കളിക്കാനാണ്. യൂസ് എ ഡൈസ് വിത്ത് നമ്പേഴ്സ് 100, 200, 300, 600. അപ്പം നിങ്ങൾ ഡൈസ് ഉപയോഗിച്ചിട്ട് ഏത് നമ്പറിലാണോ കിട്ടുന്നത് മൂവ് ദ കാർ ടു ദ നമ്പർ ത്രോൺ. അപ്പം നിങ്ങൾ ആ നമ്പറിലേക്ക് കാറ് മൂവ് ചെയ്യുക. ഇഫ് യു ലാൻഡ് ഓൺ ദ ബ്രിഡ്ജ് യു ക്യാൻ മൂവ് അക്രോസ് ടു ഗോ ഫോർവേഡ്. അപ്പം നിങ്ങൾ അഥവാ നിങ്ങൾ ഒരു ബ്രിഡ്ജിലേക്ക് ആണ് നിങ്ങൾ എത്തുന്നത് എന്നുണ്ടെങ്കിൽ, ബ്രിഡ്ജുള്ള നമ്പറിലേക്ക് എത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് നേരെ നമ്മൾ പാമ്പും കോണിയൊക്കെ കളിക്കും പോലെ അതിന് നേരെ വശത്തുള്ള നമ്പറിലേക്ക് പോകാം. ഇഫ് യു ലാൻഡ് ഓൺ ദ പിറ്റ് യു സൈഡ് ബാക്ക്വേർഡ്സ്. നിങ്ങൾ റെഡ് കളറിൽ കാണുന്ന ആ കുഴിയിൽ വീഴുകയാണെങ്കിൽ നിങ്ങൾ നേരെ ബേക്കോട്ട് പോകണം. അത് എവിടെയാണോ ചെന്ന് നിൽക്കുന്നത്, നമ്മൾ പാമ്പും കോണിയും കളിക്കും പോലെ തന്നെ നിങ്ങൾ നേരെ ബേക്കോട്ട് പോകണം. എന്നിട്ടോ ദ ഫസ്റ്റ് ടു റീച്ച് 11,000 വിൻസ്. അങ്ങനെ ആരാണ് 11,000-ൽ ആദ്യം എത്തുന്നത് അവരാണ് വിൻ ചെയ്യുക. അപ്പോൾ മക്കൾ ഇത് ക്ലാസ്സിൽ കളിച്ച് നോക്കുക കേട്ടോ. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത് താഴെ നിന്ന് ഇതിന് മുകളിൽ ആ ഒരു ഫ്ലാഗുള്ള ഭാഗത്തെത്തുമ്പം നിങ്ങൾ ജയിക്കൂ കേട്ടോ. ഫസ്റ്റ് നിങ്ങൾ ഇതിൻ്റെ ഉൾഭാഗത്തൊക്കെ നമ്പേഴ്സ് 100 കൂട്ടി ഫില്ല് ചെയ്ത് കൊടുക്കണം. അപ്പം ഞാൻ പറയാം കേട്ടോ. അപ്പോൾ മക്കളത് നോക്കിയിട്ട് എഴുതണേ. ഇവിടെ 100 ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടെ നിന്നാണ് സ്റ്റാർട്ടിങ്. 100, 200. ഡൈസ് കണ്ടോ, ഇതിൽ ഏത് നമ്പറാണോ കിട്ടുന്നത് ആ നമ്പർ അനുസരിച്ചാണ് മുന്നോട്ട് നീങ്ങി പോവുക കേട്ടോ. 100, 200, 300, 400, 500, 600. ഇനി ഇവിടെ 700, 800, 900, 1000, പിന്നെ 1100, 1200, 1300, 1400, 1500. അങ്ങനെ ഇങ്ങനെ വേണം എഴുതി പോവാൻ. അപ്പം ഞാൻ നിങ്ങൾക്ക് ഇവിടെ സൈഡിൽ എഴുതി കാണിക്കാം കേട്ടോ. അപ്പം നിങ്ങളിതിങ്ങനെ നേരെ എഴുതി പോകണം. എഴുതിയ നമ്പേഴ്സ് എഴുതണ്ട കേട്ടോ. അങ്ങനെ 11,000 വരെ ഇതിലുണ്ട്.
അപ്പോൾ ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. സംശയമുള്ള കുട്ടികൾ ഇവിടെ സ്റ്റെക്കാക്കിയിട്ട് ഇതുപോലെ താഴെ നിന്ന് ഇങ്ങനെ മേലോട്ടാണ് കേട്ടോ എഴുതേണ്ടത്. അപ്പോൾ ഇനി താഴെ ഇതിനൊരു ക്വസ്റ്റ്യൻ നോക്കിക്കേ. ലുക്ക് അറ്റ് ദ പിക്ചർ ഓൺ ദ ഫസ്റ്റ് പേജ് ഓഫ് ദിസ് ലെസൺ. അപ്പോൾ ഈ പാഠത്തിൻ്റെ ഫസ്റ്റ് പേജ് അതൊന്ന് നോക്കുക. റൈറ്റ് ദ ഡിസ്റ്റൻസ് ഓൺ ദ ലാസ്റ്റ് 2 ബോർഡ്സ്. ലാസ്റ്റ് 2 ബോർഡ് അതിൽ എഴുതിയിട്ടില്ല, അത് എഴുതാനാണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഏതാണെന്ന് കാണിച്ചു തരാം. ചാപ്റ്ററിൻ്റെ ഫസ്റ്റ് പേജ് ഇതല്ലേ. അപ്പോൾ ഇതാ ഇവിടെ നോക്കിക്കേ, 800, 900, 1000. ഇവിടെ എത്രയാണ് വരിക? 1100 വരും. ഇവിടെ 1200 വരും. അതാണ് കേട്ടോ പറഞ്ഞത്. അപ്പോൾ ക്ലാസ് അരമണിക്കൂറിന് മേലെ ആയില്ലേ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ബാക്കി ഭാഗം പാർട്ട് 2 ആയിട്ട് ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെടുന്നുണ്ട്, മനസ്സിലാവുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക, അതുപോലെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ നെയിം ഒന്ന് കമൻറ്റും ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് സ്റ്റഡി ടൈമിൻ്റെ മറ്റൊരു ക്ലാസ്സിൽ കാണാം.